നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിലക്കുകൾ നീക്കി പ്രവാസ ലോകം ഉണരുകയാണ്. ഇളവുകൾ ഒന്നൊന്നായി എടുത്തുമാറ്റി കടുത്ത നിരീക്ഷണമാണ് നടത്തിവരുന്നത്. ഇപ്പോഴിതാ കുവൈറ്റിൽ നിന്നും വരുന്ന വാർത്തകൾ ഏറെ ആശങ്ക നൽകുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം വിവിധ നിയമലംഘനങ്ങൾക്ക് പിടികൂടപ്പെട്ട 662 പ്രവാസികളെ കുവൈറ്റ് നാട് കടത്തിയിരുന്നു. ഒക്ടോബർ 17 മുതൽ 25 വരെയുള്ള കണക്കാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ റെയ്ഡുകളിൽ അറസ്റ്റിലായ പ്രവാസികളെയാണ് കുവൈറ്റ് അധികൃതർ നാടുകടത്തലിന് വിധേയരാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി താമർ അലി സബാഹ് അൽ സാലിം അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിക്കുകയും ചെയ്തു. മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹാണ് നടപടികൾക്ക് നേതൃത്വം നൽകി വരുന്നത്. ഇങ്ങനെ പുറത്താക്കപ്പെട്ടവരിൽ 447 പുരുഷന്മാരും 215 പേർ സ്ത്രീകളുമാണുള്ളത്. അനധികൃത താമസക്കാർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു നാടുകടത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. എന്നാൽ നാടുകടത്തപ്പെട്ടവർ ഏത് നാട്ടുകാരാണെന്നോ മറ്റോ ഉള്ള വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. രാജ്യത്ത് താമസ തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവർക്ക് അവരുടെ നിയമവിരുദ്ധ താമസം ക്രമവൽക്കരിക്കുന്നതിന് 1 വർഷത്തിലേറെ നീണ്ട പൊതുമാപ്പ് കാലാവധി ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. നിശ്ചിത തുക പിഴയടച്ച് താമസം ക്രമപ്രകാരമാക്കുകയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരികെ പോവുകയോ ചെയ്യാനായിരുന്നു ഇത്തരത്തിൽ അനുവാദം നൽകിയത്. എന്നാൽ പൊതുമാപ്പ് കാലാവധി പലതവണ പുതുക്കി നൽകിയിട്ടും ഇത് ഉപയോഗപ്പെടുത്താതെ അനധികൃത താമസം തുടർന്നവർക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ നടപടികളുമായി ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുമാപ്പ് പ്രാബല്യത്തിലുണ്ടായിരുന്ന കോവിഡ് വ്യാപന കാലത്ത് യാത്രാ നിയന്ത്രണങ്ങളെ തുടർന്ന് പലതവണ കാലാവധി നീട്ടി നൽകിയിരുന്നു. ഇതെല്ലാമാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അതായത് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായുള്ള യാത്രാ നിയന്ത്രണങ്ങൾ അവസാനിച്ചതോടെ അനധികൃത താമസക്കാരെ കണ്ടെത്തി പുറത്താക്കുന്നതിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. കൂടാതെ താമസ വിസ കാലാവധി കഴിഞ്ഞവർ, വർക്ക് പെർമിറ്റ് കാലാവധി അവസാനിച്ചവർ, യഥാർത്ഥ സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവർ, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളില്ലാതെ ഒളിച്ചു കഴിയുന്നവർ, തൊഴിലുടമകളിൽ നിന്ന് ഒളിച്ചോടി കഴിയുന്നവർ തുടങ്ങിയവർക്കെതിരെയാണ് നിയമ നടപടികൾ കർശനമാക്കിയിട്ടുള്ളത്. ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.